പുറത്തു വരുന്ന ആശയങ്ങളൊന്നും രണ്ടു കൂട്ടർക്കും അംഗീകരിക്കാവുന്നതാണെന്ന് തോന്നുന്നില്ല. ഏകദേശം 12 ദിവസം യുദ്ധം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിനുള്ള യാതൊരു കാരണവും ഇതുവരെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടു കൂട്ടർക്കും യുദ്ധം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇറാൻ തീർച്ചയായിട്ടും പ്രഷറിലാണ്. അവർക്ക് നിർത്തേണ്ടത് ആവശ്യമുണ്ട്. കാരണം അവരുടെ രാജ്യം നശിക്കുകയാണ്. രണ്ടു കൂട്ടർക്കും യുദ്ധത്തിൻ്റെ കെടുതികൾ അവർക്ക് താങ്ങാനാവുകയില്ല എന്ന് വരുമ്പോഴായിരിക്കും ഒരു സീസ് ഫയറിനെ പറ്റിയെങ്കിലും ചിന്തിക്കാൻ കഴിയുക. അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഗൾഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളായിരിക്കും ഒരുപക്ഷെ ഇതിന് യുദ്ധം അവസാനിക്കാനുള്ള കാരണമായി വരിക. കാരണം ഗൾഫ് രാജ്യങ്ങൾ വികസിക്കേണ്ടത് ഇറാനും അമേരിക്കയ്ക്കും ആവശ്യമാണ്. രണ്ടു കൂട്ടർക്കും സാമ്പത്തികമായ ഒരുപാട് താല്പര്യങ്ങൾ. നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസൻ സാറാണ് ഒപ്പമുള്ളത്. സാർ, ഇന്ന് വന്ന വാർത്ത ഒമാൻ ഭരണകൂടത്തിൻ്റെ നിർണായക ഇടപെടലിന് പിന്നാലെ മധ്യപൂർവ്വദേശത്തെയും ലോകത്തെയും ആശങ്കയിലാഴ്ത്തിയ ഇറാൻ-US ഇസ്രായേൽ യുദ്ധം അവസാനിക്കുന്നു, അതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്നൊക്കെയാണ്. ശരിക്കും യുദ്ധം അവസാനിക്കുമോ? അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? പുറത്തു വരുന്ന ആശയങ്ങളൊന്നും രണ്ടു കൂട്ടർക്കും അംഗീകരിക്കാവുന്നതാണെന്ന് തോന്നുന്നില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി വന്നിരുന്നത്. ഒന്ന്, ആണവ പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് നിർത്തലാക്കുക, മിസൈൽ പ്രൊഡക്ഷൻ ഇല്ലാതാക്കുക, അമേരിക്കയോട് സൗഹൃദമുള്ള ഒരു ഗവൺമെൻറ്റിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇത് 3ഉം സാധ്യമല്ല എന്നാണ് ഈ യുദ്ധം തെളിയിച്ചിട്ടുള്ളത്. യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നതിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഒരു നേതാവിനെ വധിച്ചതുകൊണ്ട് മാത്രം ഗവൺമെൻറ് പോളിസി മാറുകയില്ല. അപ്പം ഒരു മതനേതൃത്വമാണല്ലോ ഇറാനിലെ നേതൃത്വം. അപ്പോൾ അതേ സംബന്ധിച്ചിടത്തോളം ആളുകൾ മാറുന്നതുകൊണ്ട് വ്യത്യാസം വരികയില്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ അമേരിക്കയോട് സൗഹൃദമുള്ള ഒരു അധികാരിയെ കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ അത് സാധിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ന്യൂക്ലിയർ കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഒരു അയവ് കാണിക്കാൻ ഇറാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് നിശ്ചയിക്കുന്നതിന് മുമ്പാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. മിസൈൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഒരു കാലത്തും മിസൈൽസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിസ്റ്റൻറ്റ് വെപ്പൺസ് അതില്ലെങ്കിൽ അവർക്കൊരിക്കലും സുരക്ഷ കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ട് അതിനും അവർ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതിന് കൗണ്ടർ ചെയ്ത ഇറാൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല. എന്നാലും അവർ പറഞ്ഞിട്ടുള്ളതും ഒരു തരത്തിലും അമേരിക്ക അംഗീകരിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഏകദേശം 12 ദിവസം യുദ്ധം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിനുള്ള യാതൊരു കാരണവും ഇതുവരെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശുഭാപ്തി വിശ്വാസത്തിനുള്ള കാരണങ്ങൾ കാണുന്നില്ല എന്ന് സാർ പറയുമ്പോൾ തന്നെ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രം സമാധാനത്തിന് തയ്യാറാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിലെ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം വേണം, തുടർ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് രാജ്യാന്തര തലത്തിൽ ഉറപ്പ് വേണം, ഇറാന്റെ പരമാധികാരത്തിന് മേൽ കടന്നുകയറ്റം പാടില്ല എന്നീ 3 ഉപാധികൾ US-ഉം ഇസ്രയേലും അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂവെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് അമേരിക്ക സമ്മതിക്കാനുള്ള സാധ്യതയുണ്ടോ? അതിന് യാതൊരു സാധ്യതയുമില്ലല്ലോ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പിന്നെ യുദ്ധം തന്നെയാണ് തുടങ്ങിയത്. റെഷീം മാറ്റിയില്ലെങ്കിൽ അവർക്ക് യാതൊരു അംഗീകരിക്കാൻ സാധ്യമാവുകയല്ല. അപ്പോൾ അതുകൊണ്ട് അതവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മിസൈലിൻ്റെ കാര്യത്തിലും ന്യൂക്ലിയർ കാര്യങ്ങളിലും ഒക്കെ ഒരുപക്ഷെ ഒരു സമവായം ഉണ്ടായിക്കൂടുന്നില്ല. പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല. രണ്ടു കൂട്ടർക്കും യുദ്ധം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇറാൻ തീർച്ചയായിട്ടും പ്രഷറിലാണ്. അവർക്ക് നിർത്തേണ്ടത് ആവശ്യമുണ്ട്. കാരണം അവരുടെ രാജ്യം നശിക്കുകയാണ്. പക്ഷെ ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ യുദ്ധം ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് അപ്രതീക്ഷിതമായിരുന്നു. അമേരിക്കക്കാരെ ആക്രമിക്കാനാണെങ്കിലും ഇറാൻ ഈ രാജ്യങ്ങളെ ആക്രമിച്ചത് വളരെ ഗുരുതരമായ ഒരു ഡെവലപ്മെൻറ്റാണ്.
കാരണം ഈ ഗൾഫ് രാജ്യങ്ങൾ അതിലേക്ക് വലിച്ചിഴയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ പ്രശ്നങ്ങളുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങൾ പലതും ഇസ്രായേലുമായിട്ട് സഹകരണം ആവശ്യപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ളവരാണ്. അപ്പോൾ അവരതിന് ഒരിക്കലും തയ്യാറാവുകയില്ല. അതേസമയത്ത് തന്നെ ഈ ന്യൂക്ലിയർ കാര്യങ്ങളിലുള്ള എഗ്രിമെൻ്റ് ഒന്നുമായിട്ടുമില്ല. അപ്പോൾ ഇറാൻ മുഴുവനായിട്ട് കീഴടങ്ങണം, സ്വമേധയാ കീഴടങ്ങണമെന്നുള്ള ഒരു ഡിമാൻഡ് മാത്രമേ ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യുദ്ധം തുടരാനാണ് സാധ്യത. രണ്ടു കൂട്ടർക്കും യുദ്ധത്തിൻ്റെ കെടുതികൾ അവർക്ക് താങ്ങാനാവുകയില്ല എന്ന് വരുമ്പോഴായിരിക്കും ഒരു സീസ് ഫയറിനെ പറ്റിയെങ്കിലും ചിന്തിക്കാൻ കഴിയുക. അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സാർ സൂചിപ്പിച്ചതുപോലെ യുദ്ധം തുടരാനാണ് സാധ്യത എന്ന് പറയുമ്പോഴും യുദ്ധത്തിൽ തങ്ങൾ ജയിച്ചുവെന്നും എങ്കിലും ജോലി പൂർത്തിയാക്കാൻ US സൈന്യം തുടരുകയാണ് എന്നുമാണ് ട്രംപ് കഴിഞ്ഞ ദിവസവും പറഞ്ഞിരിക്കുന്നത്. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്ന ഒരു ലക്ഷ്യം കൂടി ഉണ്ടോ ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ? അല്ല, എല്ലാവർക്കും യുദ്ധം തുടങ്ങിക്കഴിയുമ്പോൾ അത് അവസാനിപ്പിക്കണം എന്നാണല്ലോ ആഗ്രഹം ഉണ്ടാവുക. പക്ഷേ എപ്പോഴും യുദ്ധം തുടരുന്നത് അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. കൂടുതൽ വാശി, ആവേശം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല രണ്ടു കൂട്ടരും. അതുകൊണ്ട് ഈ ഗൾഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളായിരിക്കും ഒരുപക്ഷെ ഇതിന് യുദ്ധം അവസാനിക്കാനുള്ള കാരണമായി വരിക. കാരണം ഗൾഫ് രാജ്യങ്ങൾ വികസിക്കേണ്ടത് ഇറാനും അമേരിക്കയ്ക്കും ആവശ്യമാണ്. രണ്ടു കൂട്ടർക്കും സാമ്പത്തികമായ ഒരുപാട് താല്പര്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യക്കാണെങ്കിൽ അതിലൊക്കെ കൂടുതൽ. നമുക്ക് 90 ലക്ഷം ആളുകളാണല്ലോ അവിടെയുള്ളത്. അപ്പോൾ നമുക്ക് വളരെ വലിയ നഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നുള്ള ഒരു പ്രഷറായിരിക്കും ഒരു പക്ഷേ ഈ യുദ്ധത്തിന് അവസാനം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഒമാൻ്റെ താല്പര്യങ്ങൾ, അതുപോലെ UAE ഉൾപ്പെടുന്നു, സൗദി അറേബ്യ. അപ്പോൾ അതുവഴി എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് മാത്രമേ നമുക്കിപ്പോൾ ആലോചിക്കാൻ കഴിയുള്ളൂ. സാർ, അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ നിലപാട് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. ട്രംപ് പറയുന്നത് പോലെയൊന്നും യുദ്ധം അവസാനിക്കാറായിട്ടില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട്. ശരിക്കും ഇവിടെ യുദ്ധം അവസാനിക്കുമെന്നൊരു പ്രതീതി വരികയാണ് എങ്കിൽ ഇസ്രായേൽ വീണ്ടും പ്രശ്നം വഷളാക്കുമോ? അല്ല, ഒന്നിച്ചാണല്ലോ പ്രവർത്തിക്കേണ്ടത്. അവർ പലതും പറയുമെങ്കിലും അവർ രണ്ടുപേരും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടാണല്ലോ ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് കാണും. ഏതാണ് മിനിമം ഒബ്ജക്റ്റീവ് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത അവരിൽ കാണുന്നത് കൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷേ രണ്ടു കൂട്ടർക്കും പ്രധാനമായിട്ടുള്ളത് ഒരു ഫ്രണ്ട്ലി ഇറാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. അപ്പോൾ അവർ ടാക്റ്റിക്കലി അവർ പലതരത്തിലാണ് പെരുമാറുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഒന്ന് തന്നെയാണ്: ഇറാനെ നിർവീര്യമാക്കുക, സാധിക്കുമെങ്കിൽ അതിനെ ഒരു ബന്ധുരാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അത് വളരെ ദൂരെയാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതുമാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ ഇറാനെ നിർവീര്യമാക്കൽ അത്ര എളുപ്പമല്ല. പക്ഷേ ലോകത്തെയാകെ ബാധിക്കുന്ന രീതിയിൽ ഈ യുദ്ധം ഇപ്പോൾ തന്നെ മാറിയിട്ടില്ലേ? പാചകവാതക ക്ഷാമം രൂക്ഷമായി, കേരളത്തിൽ ഉൾപ്പെടെ. എണ്ണവില കൂടുമോ എന്ന ഭയം നമുക്ക് മുന്നിലുണ്ട്. ഒരുപക്ഷെ യുദ്ധം അവസാനിച്ചാലും ഇതിനൊന്നും ഉടൻ പരിഹാരം ഉണ്ടാകില്ലേ? അല്ലെങ്കിൽ ഉടൻ പരിഹാരം ഉണ്ടാകും? അല്ല, യുദ്ധം അവസാനിക്കണമെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകണമെന്നല്ലേ? തിരിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം യുദ്ധം അവസാനിപ്പിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഏറ്റവും അവർക്ക് ഇറാന് ചെയ്യാവുന്ന ഏറ്റവും ശക്തമായ പ്രവൃത്തി ഹോർമോസ് അടയ്ക്കുക എന്നുള്ളതാണ്. അത് അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവർ പറയുന്നുണ്ട് അത് മുഴുവൻ മൈൻ ചെയ്തിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വാർത്ത കേട്ടത് ഇന്ത്യയുടെ 2 കപ്പലുകൾ അതിൽ കൂടെ പോകാൻ അവർ അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മൈൻ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിലൊരു നയം മാറ്റിയാൽ, ഇറാൻ അത് തുറന്നു കൊടുക്കാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ അമേരിക്ക അതിനെ ഫോഴ്സ് ചെയ്യുകയോ ചെയ്താൽ ഇപ്പോഴത്തെയുള്ള സ്ഥിതിയിൽ നിന്ന് കുറച്ച് മാറ്റം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ യുദ്ധം വളരെ ശക്തമായിരിക്കുമ്പോൾ അതും വലിയ പ്രയാസമാകുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, നന്ദി സാർ. എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്, ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ. അത് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം.